അഹമ്മദാബാദിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് തെറ്റിയോ എന്ന് തോന്നിച്ച ഓവറുകളിലാണ് മത്സരം തുടങ്ങുന്നത്. രണ്ടാം ഓവറിൽ തന്നെ കിൻഡൻ ഡി കോക്കിനെ ബോൾഡാക്കി ബുംറയുടെ മാസ് എൻട്രി. പിന്നാലെ എയ്ഡൻ മാർക്കിൻ, അർഷദീപും റയാൻ റിക്കൽട്ടനെ ഒന്നാം തുരുമ്പിൽ സ്ലോ ബോളിൽ ബുംറയും മടക്കുന്നു. ക്ലാസ് പെല്ലുകളിൽ പൊട്ടിയാസിന്റെ കരുത്തരായ ടോപ്പ് ഓർഡർ നിരായുധരായി നിന്നു. 4 ഓവറിൽ 20-ന് മൂന്നാമനും മടങ്ങിയതോടെ കളി പൂർണ്ണമായും ഇന്ത്യയുടെ വരുതിയിലായിരുന്നു. നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയെ കൂടുതൽ മുക്കാൻ സൂര്യകുമാർ യാദവ് തന്റെ വജ്രായുധമായ വരുൺ ചക്രവർത്തിയെ അയക്കുകയാണ്. പക്ഷേ ആ ഓവർ മുതൽ മൊമെന്റം ഇന്ത്യയിൽ നിന്നും മാറി തുടങ്ങുന്നു. വരുണിന്റെ ആദ്യ ഓവറിൽ തന്നെ പിറന്നത് 11 റൺസാണ്. വരുണിനെ അനായാസം കളിച്ചു തുടങ്ങിയതോടെ തന്നെ മില്ലറും ബ്രേവിസും കോൺഫിഡൻസ് വീണ്ടെടുത്തിരുന്നു. പിച്ചിൽ കാര്യമായ ടേണില്ലെന്ന് കണ്ടതോടെ ലെങ്ത്തിൽ തന്നെ വരുണിനെ ഇരുവരും പിക്ക് ചെയ്തു. 9-ാം ഓവർ എറിയാനായി വരുണിനെ വീണ്ടും വിളിക്കുമ്പോൾ സൂര്യകുമാർ യാദവ് വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ആ ഓവറോടെ ദക്ഷിണാഫ്രിക്ക ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. മില്ലറിന്റെ കയ്യൊപ്പുള്ള ഷോട്ടും ഡെവാൾഡ് ബ്രേവിസിന്റെ നോ ലുക്ക് സിക്സറും ചേർന്നപ്പോൾ ദക്ഷിണാഫ്രിക്കൻ റൺ റേറ്റ് 8-ന് മുകളിലേക്ക് കയറി. വരുണിനെതിരെ സ്കോർ ചെയ്യാനായെങ്കിൽ മിഡിൽ ഓവറുകളിൽ യഥേഷ്ടം റൺസ് ഉയർത്താമെന്ന് ദക്ഷിണാഫ്രിക്ക കണക്ക് കൂട്ടി. ശിവൻ ദുബെയായിരുന്നു അടുത്ത ടാർഗറ്റ്. ദുബെയുടെ 2 ഓവറിൽ പിറന്നത് 32 റൺസാണ്. എങ്കിലും ബ്രേവിസിനെ മടക്കാനായത് ദുബൈക്ക് നേർത്ത ആശ്വാസമായി. 8-ാമൻ വരെ ബാറ്റ് ചെയ്യുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 13-ാം ഓവറിൽ 4-ാം വിക്കറ്റ് നഷ്ടമാകുക എന്നത് വലിയ ആഘാതമായിരുന്നില്ല. മില്ലർ മടങ്ങിയതിനു ശേഷം മാർക്കോ യാൻസനും കോർബിൻ ബോഷും മങ്ങിയിട്ടും അത് കാര്യമായി സ്കോറിങ്ങിനെ ബാധിച്ചില്ല. ആദ്യം ടീം ലൈനപ്പിൽ ഇല്ലാതിരിക്കുകയും മറ്റൊരാളുടെ പരിക്ക് കാരണം സ്കോഡിൽ ഇടം പിടിക്കുകയും ചെയ്ത ട്രിസ്റ്റൻ ചെപ്സിന്റെ മറ്റൊരു മാസ് എൻട്രിയും പിന്നീട് മൈതാനത്ത് കണ്ടു.